അച്ഛമ്മയുടെ കോമ സ്റ്റേജിന് നേരെ മാറ്റം വന്നു. മന്ദിരേച്ചിയും കണ്ടു. ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല. അച്ഛമ്മ അച്ഛൻ വരുന്നു. അച്ഛമ്മയുടെ കോമ സ്റ്റേജിന് മാറ്റമുണ്ട്. അച്ഛമ്മയുടെ കൈ അനങ്ങി. അമ്മേ അമ്മേ പ്രസാദം എടുക്ക. ഈശ്വര, എന്റെ പ്രാർത്ഥന നീ കേട്ടു. അമ്മേ അമ്മേ അച്ഛമ്മയ്ക്ക് എന്തോ നമ്മളോട് പറയണമെന്നുണ്ട്. എന്താ അമ്മേ? അമ്മ പറ. വർഷ അബോധാവസ്ഥയിലായപ്പോ അച്ഛമ്മ ബോധം കെട്ട് വീണതാ. വർഷ എങ്ങനെ അബോധാവസ്ഥയിലായി എന്നുള്ളത് അച്ഛമ്മയ്ക്ക് മാത്രമേ അറിയൂ. അന്ന് എന്താ സംഭവിച്ചതെന്ന് അച്ഛമ്മ തന്നെ പറയണം. പറയച്ഛമ്മ. എന്താ അമ്മ അന്ന് സംഭവിച്ചത്? പറയമ്മേ. അമ്മേ, ഒന്ന് ശ്രമിച്ച അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റും. അച്ഛമ്മ എന്തെങ്കിലും ഒന്ന് പറ. അച്ഛമ്മ മാത്രം അതിനേക ദൃക്സാക്ഷി. എന്താ ഇവിടെ കാര്യം? അത് പിന്നെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട് തപ്പി ഇറങ്ങിയതാ. ഏത് ഫ്രണ്ട്? അത് പിന്നെ എനിക്ക് വഴി തെറ്റിയതാ. ആ വീട് അപ്പുറത്തെ ലൈനില്ല. നിക്കടാ അവിടെ. നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. മേലി പരിസരത്ത് കണ്ടുപോരുത്. ഈശ്വരാ, അനുചേട്ടൻ എന്താടാ ഓട്ടിക്കാനാണോ പരിപാടി? അയ്യോ, ഞാൻ അത്രക്കാരനൊന്നും അല്ല. പിന്നെ ഞാൻ വന്നത് പർമ്മസാറിന്റെ ഗേറ്റിന് മുന്നിൽ തന്നെ വേണോടാ നിന്റെ അഭ്യാസം. ഓടാ ചേട്ടാ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. മേലി പ്രദേശത്ത് തന്നെ കണ്ടുപോരുത്. ഓടാ ഓടാ. വർഷയുടെ തിരോധാനം, അച്ഛമ്മയുടെ കോമാവസ്ഥ, ഈ രണ്ട് സംഭവങ്ങൾക്ക് പിന്നിലും എന്തൊക്കെയോ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ജന്മനാ ക്രിമിനലായ വിക്രമിന്റെ മുഖത്ത് എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നതിന്റെ നിഴലാട്ടമുണ്ട്. എന്തൊക്കെയോ തെളിവുകൾ നശിപ്പിക്കാനുള്ള വ്യഗ്രതയുണ്ട്. സംശയാസ്പദമായ സാഹചര്യത്തിൽ അച്ഛമ്മയുടെ മുറിയിൽ വിക്രം വന്നത് എന്തിനായിരിക്കും? സംശയിക്കാവുന്ന രീതിയിൽ കയ്യിൽ തലയണയുമായി നിന്നത് എന്തിനായിരിക്കും? കോമാവസ്ഥ വിട്ട്
എന്ത് സംഭവമായിരിക്കും ഇവിടെ നടന്നത്? അച്ഛമ്മയുടെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണെന്നും സ്ഥാനം തെറ്റിയ തലയണയെടുത്ത് നേരെ വെക്കാൻ ശ്രമിച്ചതാണെന്നും വിക്രം വിശദീകരണം നടത്തി. കൂടുതൽ സംശയം തോന്നിപ്പിക്കുന്ന വിശദീകരണം. കോമാവസ്ഥ വിട്ടുമാറി സത്യമെന്തോ പുറത്തു പറയുമെന്ന് ഭയന്ന വിക്രം അച്ഛമ്മയെ കൊല്ലാൻ ശ്രമിച്ചതായിക്കൂടെ? കുടുംബാംഗങ്ങളെയും കൂട്ടി വർഷയൊത്ത് ടൂർ പോവാൻ മുൻകൈ എടുത്തതും വിക്രമാണ്. എല്ലാ ചെലവുകളും അയാൾ തന്നെ വഹിച്ചില്ലേ?